നമസ്തേ. വിഷ്ണുമായ പുണ്യപുരാണം 3-ാം ദിനം മായോൽപത്തിയുടെ തുടർഭാഗം കേൾക്കുക. ഒരിക്കൽ ബ്രഹ്മത്തെക്കുറിച്ചറിയാൻ ശ്രമിച്ച ബ്രഹ്മദേവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ബ്രഹ്മം? അതിന് സ്ത്രീവേഷമോ പുരുഷവേഷമോ? ഏതു രീതിയിലാണ് പ്രപഞ്ചത്തെ പൂജിക്കേണ്ടത്? സ്ത്രീയായോ പുരുഷനായോ? എത്ര ഗഹനമായി തന്നെ ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് ബ്രഹ്മത്തെക്കുറിച്ച് ഒന്നും പിടികിട്ടിയില്ല. അവസാനം ജഗദീശ്വരിയോട് തന്നെ ചോദിക്കാമെന്ന് കരുതി നേരിട്ട് തന്നെ സംശയം ആ ജഗത് മാതാവിനോട് ചോദിച്ചു. അമ്മേ, ആ ആത്മസ്വരൂപം നീ തന്നെയല്ലയോ? അതോ പരമാത്മാവായ പരംപുരുഷനോ? അരുളി ചെയ്താലും മാതാവേ, എൻ്റെ സംശയം തീർത്തു തന്നാലും. ബ്രഹ്മദേവന്റെ സംശയ നിവാരണത്തിനായി മഹാമായിയായ ദേവി അരുളി ചെയ്തു, ഏകമേവം ദ്വിതീയം ബ്രഹ്മം. ഞാൻ തന്നെയാണ് അവനും, അവൻ തന്നെയാണ് ഞാനും. രണ്ടും ഒന്ന് തന്നെ. പരമാത്മാവും പരാശക്തിയും ഒന്നല്ല രണ്ടാണെന്ന തോന്നൽ മായാ ബുദ്ധിശക്തിയെ ഭ്രമിപ്പിച്ച് ആ ജ്ഞാനത്തിൽ ആഴുന്നതിലാണ് ഉണ്ടാകുന്നത്. അത് മോഹം മാത്രമാണ്. മോഹമെന്നാൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നൽ ഉണ്ടാക്കുക. അതാണല്ലോ മായയും. ആ മായയാണല്ലോ പ്രപഞ്ചത്തിന് ആധാരം. മായയില്ലെങ്കിൽ പ്രപഞ്ചമില്ല, പ്രപഞ്ചമില്ലെങ്കിൽ മായയുമില്ല. പ്രപഞ്ചം മായയ്ക്കതീതമാണ്. അത് മനസ്സിലാക്കുക പ്രയാസമേറിയ കാര്യമാണ്. മായയാൽ ആവൃതമാണ് സത്ത് എന്ന ആത്മാവ് അതിനെ അറിയണമെങ്കിൽ മായയെയും സത്തിനെയും അറിയണം. അതിന് ജ്ഞാനം വേണം. ജ്ഞാനം കൊണ്ട് ഇതറിയാൻ സാധിക്കൂ. അന്ധകാരമാകുന്ന അജ്ഞാന മനസ്സിനെ തീർക്കാൻ ജ്ഞാനമാകുന്ന പ്രകാശം കൂടിയേ തീരും. ഇരുട്ടിനെ നീക്കം ചെയ്യുന്ന പ്രകാശത്തിനെ സാധിക്കൂ. അതുപോലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി നിർത്താൻ ജ്ഞാനമാകുന്ന പ്രകാശത്തിനെ സാധിക്കൂ. അതായത് ജ്ഞാനമുണ്ടായാലേ അജ്ഞാനം നശിക്കൂ. മായയെയും ബ്രഹ്മത്തിനെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജ്ഞാനമാണ്. ജ്ഞാനം ദാതാവാണ്, ജ്ഞാന വിഷയമല്ല. അത് മനസ്സിൻ്റെ എല്ലാ പ്രവൃത്തികളിലും സാക്ഷിരൂപേണ നിൽക്കുന്ന അന്തർമയിയാണ്. ജീവികളിലെ ആത്മാവാണ്. അത് സത്താണ്, ജീവനാണ്. പരമവിഷയമായ മനുഷ്യന്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും ലക്ഷ്യത്തെപ്പറ്റി വിചാരിപ്പിക്കുന്നതുമാണ്. അതിന് ജനനമോ മരണമോ ഇല്ല. അതൊരിക്കലും നശിക്കുന്നില്ല. അത് നിത്യമാണ്. ത്രികാലങ്ങളിലും യാതൊരു മാറ്റമില്ലാതെയിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ മായാവിലാസങ്ങളാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം. ബ്രഹ്മം സത്യം, പ്രപഞ്ചം മിഥ്യയുമാണ്. അത് മായയാണ്. മായാലോകമില്ലാതായാൽ ആ സത്യം അറിയാൻ സാധിക്കുന്നു. അമ്മേ ജഗജ്ജനനി, അവിടുത്തെ മമതയ്ക്കനുസരിച്ച് മായയ്ക്ക് സ്ഥായിയായ ഒരു രൂപവും ഇല്ലെന്നാണോ? ബ്രഹ്മദേവ, സംശയ നിവാരണം ഇനിയും സാധ്യമായി ഇല്ലെന്നുണ്ടോ? അതുകൊണ്ട് മാത്രമല്ല അമ്മേ, അടിയന്റെ മനസ്സിൽ തെളിയുന്ന ആശങ്കയ്ക്ക് ഒരു അറുതി വരുന്നില്ല അമ്മേ. എപ്പോഴെങ്കിലും മായയ്ക്ക് മാത്രമായി ഒരു രൂപപ്രാപ്യം കൈവരിക്കുമോ? കാത്തിരിക്കുക ബ്രഹ്മദേവ, കാലം അങ്ങേക്കു അതിനു ഉള്ള മറുപടി നൽകട്ടെ. ആ സത്യമറിയുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഭാരതീയ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, വേദങ്ങളും 108 ഉപനിഷത്തുകളും 108-ൽ കൂടുതൽ ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റു പല ഗ്രന്ഥങ്ങളും നമ്മുടെ പൂർവികരുടെ സംഭാവനകളാണ്. ദേവിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നു തന്നെ. എങ്കിലും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ പലതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടി നിർവഹണം നടത്തുന്നു. വിഷ്ണുദേവൻ അവയെ പരിപാലിക്കുന്നു. മഹാദേവൻ സമയാസമയങ്ങളിൽ സംഹാരകർമ്മം നടത്തുന്നു. ശക്തിയാകട്ടെ സദാ ഇവർക്കൊപ്പം നിലകൊള്ളുന്നു. ഉൽപ്പത്തിക്ക് ഭഗവാൻ നിമിത്തമേ ആകുന്നുള്ളൂ. പ്രകൃതി അതായത് മായയാണ് അതിന് സൃഷ്ടിക്ക് കാര്യമായി തീരുന്നത്. അതുകൊണ്ട് സൃഷ്ടി മുഖനായ വിഷ്ണുവിൻ്റെ ആ മൂലപ്രകൃതി തന്നെ വിഷ്ണുമായ തമോ ഗുണപ്രധാനമായ പരമശിവനാണ് ബീജവാപം ചെയ്തത്. ആ മഹേശ്വർ വിഷ്ണുവിനേക്കാൾ പ്രകടഭാവനാണ്. മാത്രവുമല്ല
സംഹാര കാര്യങ്ങൾക്ക് അദ്ദേഹം അധികാരിയാണ്. ഇപ്രകാരം നാരദ മഹർഷി പറഞ്ഞു നിർത്തി. നാരായണ നാരായണ നാരായണ. നന്ദി, നമസ്കാരം. തുടർന്ന് നാളെ കേൾക്കുക.